മാതാവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അലീന. ഞാൻ ചങ്ങനാശ്ശേരി സെൻറ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച് നെടുങ്കുന്നം ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി എൻ്റെ അമ്മ മാതാവിന് ഈ ഒരു ദിവസം എനിക്കിവിടെ സാക്ഷ്യം പറയാനായിട്ട് തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയാൻ ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ഒരു ദിവസമാണിത്. ഞാൻ 2020 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാ വർഷവും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുവാൻ സാധിച്ചില്ല. പക്ഷേ എന്നാലും ഓൺലൈനിൽ എവരി 3 months ഉടമ്പടി പുതുക്കുന്നുണ്ടായിരുന്നു. 2020 ഞാൻ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് സീരിയസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചെൻ്റെ ജോലി സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, അന്ന് ഞാൻ നിയോഗങ്ങൾ വെച്ചിരുന്നു. മെയിനായിട്ടൊരു ട്രാൻസ്ഫറിനായിരുന്നു എൻ്റെ പ്രയോറിറ്റി. ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കൊറോണ വരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി എനിക്ക് ആ ട്രാൻസ്ഫർ മാതാവ് എന്തിനായിരുന്നു തന്നതെന്ന്. ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയ സ്ഥലത്തേക്കായിരുന്നു എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. അതെനിക്ക് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ ത്രൂ ഔട്ട് ആ കൊറോണ പീരീഡ് ആ സ്ഥലത്ത് ഞാൻ സേഫ് ആയിരുന്നു. എനിക്ക് എന്തൊക്കെയായിരുന്നു അവിടെ നെഗറ്റീവുകൾ ഉണ്ടായിരുന്നത്, അത് മുഴുവൻ എൻ്റെ അമ്മ മാതാവ് എനിക്ക് അവിടെ പോസിറ്റീവ് ആക്കി തന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന വ്യക്തികളെ ആ സ്ഥലത്ത് നിന്ന് പാടെ മാറ്റി. അങ്ങനെ വലിയൊരു മിറാക്കിൾ അമ്മ മാതാവ് എനിക്കവിടെ സാധിച്ചു തന്നു. എഗെയിൻ ഞാൻ 2023 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ആ 3 വർഷം എനിക്ക് തിരിച്ച് ഞാൻ എൻ്റെ പഴയ സ്ഥലത്തേക്ക് പോകണമെന്ന് റിക്വസ്റ്റ് ചെയ്തെടുത്ത് അവരാരും അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു ആ ഒരു ടൈമിൽ തന്നെ. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, നിനക്ക് നിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോകണ്ടേ, നീ പൊക്കോളൂ, അതിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. എൻ്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് അതാണ്. മാതാവ് ഇത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞാൻ ഓർത്തു ഇത്രയും നാൾ ഉടമ്പടി എടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഒരു നിയോഗം പോലും നടന്നില്ലല്ലോ മാതാവേ. പക്ഷേ എനിക്ക് മനസ്സിലായി ആ 3 വർഷം എൻ്റെ മാതാവ് എന്നെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് എന്നെ പരിപാലിക്കുമായിരുന്നു. പിന്നെ എനിക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. 1-2 വർഷത്തോളം അതിന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ നമ്മുടെ അന്നലത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് അത് എന്ത് ചെയ്താൽ കച്ചവടമൊന്നും നടക്കുന്നില്ലായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ ഉപ്പും കാശുരൂപം ആ സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിൽ അർപ്പിച്ച് ഞാൻ തിരിച്ചുപോയി. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കും, മാതാവേ റിപ്ലൈ ഒന്നും ആരുടെയും വരുന്നില്ലോ. പക്ഷേ അത് 89ാമത്തെ ദിവസം രാത്രി അതിൻ്റെ ഇടയ്ക്ക് മാതാവ് എനിക്കൊരു ഡേറ്റ് കാണിച്ചു തന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഓഗസ്റ്റ് 14 ആ ദിവസം എന്നാണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് അന്ന് ഞാൻ ഓർത്തില്ല. പക്ഷേ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ എൻ്റെ ഓൺലൈൻ ഉടമ്പടി പ്രകാരമാണെങ്കിൽ 90ാമത്തെ ദിവസം തികയുന്നതിന് തലേ ദിവസം 89 12 മണിക്ക് 11:45 ആയപ്പോൾ എനിക്കൊരു കോള് വരികയാണ്. ഒരു ബ്രോക്കർ പോലും ഇല്ലാതെ ഡയറക്റ്റ് ഒരു പാർട്ടി വിളിക്കുകയാണ്, നിങ്ങളുടെ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളത് എടുത്തോളാം. എനിക്കൊരു ബ്രോക്കർ പൈസ പോലും അതിന് കൊടുക്കേണ്ടി വന്നില്ല. അതുപോലെ എൻ്റെ മാതാവ് ആ കച്ചവടം നടത്തി സഹായിച്ചു. അതിലൂടെ എനിക്കൊരു വീട് പണിയാൻ പറ്റി. വീട് പണിയാൻ വേണ്ടിയിരുന്ന സ്ഥലത്ത് വെള്ളമൊന്നുമില്ല, ഉള്ള സ്ഥലമായിരുന്നില്ല. പക്ഷേ ഞാൻ അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കിണർ കുത്ത് ആരംഭിച്ചത്. ഒരു 7 കോല് ആയില്ല, അതിന് മുമ്പേ പറഞ്ഞു, ചേച്ചി നാളെ വെള്ളം കിട്ടുക കേട്ടോ. എനിക്ക് നല്ല ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് അവിടെ വെള്ളം തരുമെന്ന്. ധൈര്യമായിട്ട് നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് അവിടെ വെള്ളം കണ്ടു. ഞാൻ ആ വെള്ളം കൊണ്ട് അതിനുശേഷം ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോയി. അതിനുശേഷം 2003 തൊട്ട് ഞാനൊരു ലൈസൻസ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാനഡ ലൈസൻസ് പ്രോഗ്രാം ആയിരുന്നു അത് ആകെ 4 തവണ ആ എക്സാം എഴുതാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ. 3 തവണ ഞാൻ ആ എക്സാം എഴുതി, എനിക്കത് കിട്ടിയില്ല. അവസാനം എനിക്ക് നിരാശയായി. പക്ഷെ ത്രൂ ഔട്ട് അതിൻ്റെ പേപ്പർ വർക്ക് വെരി ടഫായിരുന്നു. പലപ്പോഴും ഞാനത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴൊക്കെ ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു, അന്നൊക്കെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ എനിക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് കാണും. ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്നു, അവരുടെ ഒരു മെയിലിന് ഞാൻ റിപ്ലൈ ചെയ്തില്ല. അന്ന് അച്ഛൻ പറയുവാണ്, ഇമെയിലിന് റിപ്ലൈ ചെയ്യേണ്ടവരൊക്കെ നിങ്ങൾ മറുപടി ചെയ്യണം എന്ന രീതിയിൽ അച്ഛനൊരു മെസ്സേജ് തരുവാണ്. ആ മെസ്സേജ് മാതാവ് എനിക്ക് വേണ്ടി തന്നതായിരുന്നു. അന്ന് ഒരു പക്ഷേ ഞാനത് അയച്ചില്ല, ഒരിക്കലും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ എൻ്റെ ആ പേപ്പർ വർക്ക് ഫുൾ ഫിനിഷായി. അതിനുശേഷം ആ എക്സാം എനിക്ക് എഴുതാനുണ്ടായിരുന്നു. എക്സാം എഴുതാനായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം എനിക്ക് 3 കുട്ടികളാണ്, ജോലി, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാനതൊരുവിധം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും 3 പ്രാവശ്യം എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. അവസാനം ഞാനൊരു ഡേറ്റ് എടുത്തു, ലാസ്റ്റ് മെയ്യിൽ. പക്ഷേ ആ മെയ് മാസം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടഫുള്ളൊരു സമയം
സമയം വരെ എല്ലാവരും എന്നോട് പറഞ്ഞു ആ ഡേറ്റ് എടുക്കണ്ട. പക്ഷേ അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലൊരു വചനം എന്നെ തോന്നിപ്പിച്ചു, ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമാകുന്നത്. ഞാൻ അതിൽ വിശ്വസിച്ച് ഞാനൊരു ഡേറ്റ് എടുത്തു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ 3 വർഷത്തോളമായിട്ട് ഞാൻ ഇതിൻ്റെ പേപ്പർ വർക്കിന് വേണ്ടി നീ എന്നെ അനുഗ്രഹിക്കണം. ഇനി എനിക്കൊരു അവസരമില്ല. നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ എനിക്കിതാ, അല്ലെങ്കിൽ ഇതോടെ ഞാനിവിടെ വെച്ച് നിർത്തി. ജൂൺ 19 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാവർക്കും നീ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ഓരോ അനുഗ്രഹങ്ങൾ. എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണാറുണ്ട്. ഒത്തിരി പേരുടെ സാക്ഷ്യം കേട്ട്, ഒത്തിരി പേരുടെ സാക്ഷ്യം കാണുമ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടാറുണ്ട്. അപ്പം ഞാനും മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് നീതാ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഉടമ്പടി ധ്യാനം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രിയാണ് എനിക്ക് അതിൻ്റെ റിസൾട്ട് വായിച്ചില്ല. അതിന് മുമ്പത്തെ ആഴ്ച വരേണ്ടതായിരുന്നു. ഞാൻ ഓർത്ത് ലാസ്റ്റ് വീക്ക് വരുവാണെങ്കിൽ അതെനിക്ക് അമ്മ തരുന്ന ഗിഫ്റ്റാണ്. ആ ട്യൂസ്ഡേ എൻ്റെ റിസൾട്ട് വന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ എന്താണോ കൂടുതൽ പ്രാർത്ഥിച്ചത്, ആഗ്രഹിച്ചത്, എൻ്റെ അമ്മ മാതാവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്കത് തന്നു. അതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഇന്നലെ രാവിലെയാണ് ഞാനിവിടെ വന്നത്. പിന്നെ എൻ്റെ ഈ കുഞ്ഞിന് ഉണ്ടായപ്പോൾ മുതൽ ഇവന് 2 വയസ്സാവുന്നു. എക്സിമ ഉണ്ടായിരുന്നു. അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, അവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്കെല്ലാം ഒത്തിരി സ്കിൻ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇവനൊരു 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് മേല് മുഴുവൻ തടിച്ച് ഭയങ്കര ഇച്ചിങ്, കൊച്ചുറങ്ങുന്നില്ല. ഞാനൊന്നും ചെയ്തില്ല. മാതാവിൻ്റെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും പുരട്ടി പ്രാർത്ഥിക്കും, വയറിലും കാലിലും എല്ലാം. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് അത്ഭുതത്തോടെ ചോദിക്കുക, ആ ഇച്ചിങ് എല്ലാം എവിടെ പോയി കുഞ്ഞിൻ്റെ? കാരണം അതുപോലെ അവൻ്റെ സ്കിൻ ക്ലിയറായി, ഒരു തടിപ്പുമില്ല. ഞാൻ ഒരു മെഡിസിനും കൊടുത്തില്ല, ഒള്ളി മാതാവിൻ്റെ തൈലം മാത്രം. ആ തൈലം എൻ്റെ കയ്യിൽ 6 വർഷമായിട്ടുള്ളൊരു ബോട്ടിലാണ്. അതിൻ്റെ ഒരു അരക്കുപ്പി ആയതുവരെ ഞാൻ അറിഞ്ഞുള്ളൂ. അതിനുശേഷമുള്ള ആ അരക്കുപ്പി തൈലത്തിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ എന്നും അത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കതറിയില്ല എന്ത് മിറാക്കിളാണ് സംഭവിക്കുന്നതെന്ന്. ആ തൈലം ഒരിച്ചിരി പോലും എൻ്റെ കുറഞ്ഞിട്ടില്ല. എൻ്റെ പിള്ളേർ എന്താവശ്യം ഉണ്ടെങ്കിലും അതെടുത്ത് കുരിശ് വരയ്ക്കും. അങ്ങനെ ഇത്ര എല്ലാ അനുഗ്രഹങ്ങളും, പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യൻ ചെയ്ത ഇത്രയും അനുഗ്രഹങ്ങളായതുകൊണ്ട് മാത്രം ഞാനിത് പറയുന്നു. ഉടമ്പടി എടുത്ത് ആരെങ്കിലും വിഷമിക്കുന്നുണ്ട്, മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എൻ്റെ നടക്കുന്നില്ലേ എന്നൊക്കെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓർത്തോളൂ, അമ്മ മാതാവ് എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ തക്ക സമയത്ത് നമ്മുടെ മാതാവ് നമുക്കത് നടത്തി തരും. മാതാവിൻ്റെ സമയമായിട്ടില്ല എന്ന് മാത്രം ഓർത്താൽ മതി. അമ്മ മാതാവ് നമ്മളെ ആരും ഉപേക്ഷിക്കില്ല. കാരുണ്യപ്രവർത്തകരാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇഷ്ടം പോലെ പേഷ്യൻസിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ അതല്ല, നമ്മൾ പേഷ്യൻസിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അവർക്ക് ആവശ്യം നമ്മുടെ സ്നേഹത്തോടുള്ള സംസാരം, നല്ലൊരു കെയറിങ്, അതൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് അവരോട് കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ ഇടപഴകാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ പ്രേക്ഷകപ്രവർത്തനം ഞാൻ ഇവിടുന്ന് മേടിച്ച ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ പത്രങ്ങളെല്ലാം കൊടുത്ത് തീർക്കാറുണ്ട്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാറുണ്ട്. ഒത്തിരി പേരെ ഉടമ്പടി എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിനൊക്കെ അവിടെ അധികം ചില സംഘടനകളൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അധികം അവിടെ അങ്ങനെ ആവശ്യം വരാറില്ല. എന്നിരുന്നാൽ പോലും അതിന് അവരെയൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം എനിക്ക് ജപമാല ചെല്ലാൻ പറ്റുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും 4 ജപമാലയും ഫിനിഷാക്കിയിട്ട് ഞാൻ കിടക്കാറുള്ളൂ. മാതാവിനോട് ഒത്തിരി അടുക്കാനും അതോടൊപ്പം എൻ്റെ കുടുംബത്തിന് ഇത്രയും കൂടുതൽ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനോട് ഒരിക്കലും വിട്ടുപിരിയാതെ കൂടി നിൽക്കാനും ഉള്ള അനുഗ്രഹം തരണമേ എന്ന മാതാവിനോട് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 വാക്യങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അലീന എലിസബത്ത് ചങ്ങനാശ്ശേരി തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. കൊറോണയ്ക്ക് മുമ്പ് തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചൊരു ട്രാൻസ്ഫർ, അത് പരിശുദ്ധ അമ്മയുടെ ഉചിതമായ ഇടപെടൽ, ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്കത് കൃത്യമായ സമയത്ത് മാതാവിൻ്റെ ഇടപെടലിലൂടെ അത് സാധിച്ചു കിട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ തൻ്റെ സ്ഥലം വിറ്റുപോയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അത് യാതൊരുവിധമായ ബ്രോക്കർമാരെ കൂടാതെ കണ്ട് തന്നെ നേരിട്ട് ആൾക്കാർ വരികയും ഉചിതമായ രീതിയിൽ പുതിയ വീട് പണിയുവാനൊക്കെ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ തന്നെയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ ഉടമ്പടിയിൽ ഒരു കനേഡിയൻ ലൈസൻസ് കിട്ടുവാനും അത് 3 തവണ പോയെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും സമ്മാനങ്ങൾ പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിക്കുന്നത് പോലെ തൻ്റെ ജന്മദിനത്തിലും അതൊരു സമ്മാനമായിട്ട് നൽകണമെന്നുള്ള ഈ മകളുടെ ആഗ്രഹം പരിശുദ്ധ അമ്മ അത്
സാധിച്ചു കൊടുക്കുകയും ഈ മകളുടെ ജീവിതത്തിൽ ഉചിതമായ ഇടപെടൽ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മകളുടെ ജീവിതത്തിൽ എല്ലാ സാക്ഷ്യങ്ങളും മുടങ്ങാതെ കണ്ട് കേൾക്കുന്നൊരു മകൾ കൂടിയാണ്. ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്ന കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ ഒരു ഡേറ്റ് ഇട്ട് നൽകണമെന്നും ഒരു സമ്മാനം നൽകണമെന്നുള്ള കാര്യം പരിശുദ്ധ അമ്മ വഴി ഈ മകൾക്ക് സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ മകളുടെ മകനുണ്ടായിരുന്ന അലർജി എന്ന അസുഖത്തെയും അത് ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ചേർന്നുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഒരു രോഗസൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മ നൽകുകയും ചെയ്തു. പരിശുദ്ധ അമ്മയോട് നന്ദിയുള്ളവരായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ മകളിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായിട്ട് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് അനുഭവ സാക്ഷ്യം പങ്കുവെക്കാൻ നമ്മളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും